ലോജിക് ബുള്ളറ്റിലേക്ക് സ്വാഗതം. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചാണ് ഈ പങ്ക്തി ചർച്ച ചെയ്യുന്നത്. ഏതാനും മാസങ്ങളായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് താഴോട്ടാണ്, ഒരു തിരുത്തലിലാണ് എന്ന പ്രതീതിയാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ കഴിഞ്ഞ മാസം മാർക്കറ്റ് ഒരല്പം തിരിച്ചു കയറാൻ തുടങ്ങിയപ്പോൾ അത് അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്നും ഇനി മാർക്കറ്റിൽ ഉയർച്ച ഉണ്ടാകുമെന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം പല കോണുകളിൽ നിന്നുണ്ടായി. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ 20 തിരുത്തലുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, അതിൻ്റെ ശരാശരി തിരുത്തൽ 14%. അതെല്ലാം തന്നെ ഏകദേശം 70 ദിവസം കൊണ്ടിട്ട് മാർക്കറ്റ് തിരിച്ച് കരകയറിയിട്ടുമുണ്ട്. ഇത്തവണത്തെ തിരുത്തൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകം തന്നെ 16% കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ഒക്ടോബറിൽ തുടങ്ങിയതാണ് ഈ തിരുത്തൽ. ഇപ്പം 150 ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് അത് അതിൻ്റെ ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നുള്ള അഭിപ്രായം ഉണ്ടായത്. മാർച്ച് മാസത്തിൽ തുടർച്ചയായി 6 ദിവസം മാർക്കറ്റ് ഉയരുകയുമുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി മാർക്കറ്റ് കയറുമെന്നുള്ളൊരു പ്രതീതിയാണ് സൃഷ്ടിച്ചത്. യഥാർത്ഥത്തിലും അതൊരു മാർച്ച് ഇഫക്റ്റ് ആയിരുന്നു. എല്ലാ വർഷങ്ങളിലും മാർച്ച് മാസത്തിൽ ഒരല്പം കൂടുതൽ വില കയറാറുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം സംഭവിച്ചതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും മാർക്കറ്റ് പ്രശ്നത്തിലാണ്. ഇതിന് ചില അന്തർദേശീയ ഘടകങ്ങളും ദേശീയ ഘടകങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട അന്തർദേശീയ ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് ട്രംപ് ഫാക്ടറാണ്. ട്രംപിൻ്റെ പിന്നീട് താരിഫ് വളരെ ഉയർന്ന രീതിയിലേക്ക് പ്രഖ്യാപിക്കുന്നതും മറ്റു രാജ്യങ്ങളോട് ഒരു വ്യാപാര യുദ്ധത്തിന് പുറപ്പെട്ടതും കമ്പോളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട മറ്റു ചില കാരണങ്ങൾ നോക്കിയാൽ ഡോളറിൻ്റെ ശക്തി പ്രാപിച്ചതും ഒരു വലിയ കാരണമാണ്. ഇനിയും വ്യാപാര യുദ്ധത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്കയുണ്ട്. കാരണം ട്രംപ് തീരുവ കൂട്ടുമ്പോൾ മറ്റുള്ള രാജ്യങ്ങൾ അതിനെ തിരിച്ചു പ്രതികരിക്കുമ്പോഴൊരു ഒരു കടുത്ത വ്യാപാര യുദ്ധത്തിലേക്ക് പോവുകയും ആഗോള സമ്പദ് വ്യവസ്ഥ കലുഷിതമാകുകയും ചെയ്യും. കൂടുതൽ GDP താഴോട്ട് വരാനുള്ള ഒരു സാധ്യത വരും. ദേശീയ ഘടകങ്ങളിൽ പ്രധാനമായിട്ടും അനുകൂലമായിട്ട് വരാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് കമ്പനികളുടെ പാദവർഷ ഫലങ്ങളാണ്. ഒപ്പം തന്നെ വാർഷിക ഫലങ്ങൾ. ഇവ വളരെ അനുകൂലമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂല ഘടകമായിരിക്കും. അതല്ല മറിച്ച് സംഭവിക്കുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് കൂടുതൽ ആപത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് പണലഭ്യത. ജനുവരിയിലെ തന്നെ ഒരു കണക്ക് പ്രകാരം ഒരു ദിവസം 3 ലക്ഷം കോടി രൂപയുടെ കുറവ് സമ്പദ് വ്യവസ്ഥയിലുണ്ടെന്നാണ്. അത് കുറച്ചൊക്കെ പരിഹരിച്ചു കഴിഞ്ഞു. എന്നാലും ഇപ്പോഴും പണലഭ്യതയുടെ പ്രശ്നം ഉണ്ട്. കൂനിന്മേൽ കുരു എന്ന പോലെ തന്നെ ഉണ്ടായ മറ്റൊരു പ്രശ്നമാണ് ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ. ബാങ്കുകളുടെ ലിക്വിഡിറ്റി കവറേജ് റേഷ്യോ, ഉയർന്ന പണം സൂക്ഷിക്കേണ്ട ഒരു ആവശ്യകത വരുന്നതും പണലഭ്യത കുറയ്ക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇങ്ങനെ ഇത് വീണ്ടും വളരെയധികം കൂടിക്കഴിഞ്ഞു തീർന്നാൽ ഇത്തരം ആഗോള ഘടകങ്ങൾ വളരെ പ്രതികൂലമായിട്ട് നിൽക്കുകയും ദേശീയ ഘടകങ്ങൾ അനുകൂലമല്ലാതെ വന്നിരുന്നാൽ മാർക്കറ്റ് ഒരു ക്രാഷിലേക്ക് പോകുമോ, ഒരു തകർച്ചയിലേക്ക് പോകുമോ എന്ന സംശയം പല കോണുകളിൽ നിന്നുണ്ട്. അത് പരിപൂർണമായിട്ടും ഇപ്പോൾ സംഭവിക്കാനുള്ള സാഹചര്യമില്ലെങ്കിലും ട്രംപിൻ്റെ തീരുവ, തുടർന്നുണ്ടാകുന്ന വ്യാപാര യുദ്ധം വലിയ ക്ലേശങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു സാധ്യത ഇന്ന് സമ്പദ് വ്യവസ്ഥയിൽ, ലോക സമ്പദ് വ്യവസ്ഥയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപം നടത്താവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പങ്ക്തി ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി. മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.